ആഴ്ചയിൽ ശനിയോ ഞായറാണ് ഇവിടെ പുട്ടുണ്ടാക്കാറ്. പുട്ടിന് കോമ്പിനേഷൻ കടലക്കറിയല്ലേ, അത് ഉണ്ടാക്കിയാൽ അപ്പോൾ ആരുഷിക്ക് ഇഷ്ടമല്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇഡ്ഡലി വാങ്ങിച്ചുകൊണ്ടൊന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അവൾക്ക് പുട്ട് കണ്ടുകൂടാ. പിന്നെ എല്ലാ ഞായറാഴ്ച ശനിയാഴ്ച എന്തെങ്കിലുമൊക്കെ പണിയായിട്ടുണ്ടാകും. ഇന്നിപ്പോൾ ഓയിൽ ലീക്കാണ്, അപ്പോൾ അത് മാറും കേട്ടോ, വണ്ടീൻ്റെ ഓയിൽ. അങ്ങനെ പിന്നെ മീൻ കിട്ടിയത് ചൂരയാണ്, അതേപോലെ നത്തോലിയും കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനായിരുന്നു. അയാന് ചിത്രം വരെയാണ് പണി. അതും ടി വിയിൽ നോക്കിയിട്ട് അവൻ്റെ വര അവിടെ നടക്കുന്നുണ്ട്. ഏട്ടൻ്റെ മക്കളൊക്കെ ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. അങ്ങനെ വണ്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടായി എന്തായാലും ഭാഗ്യത്തിന്. അങ്ങനെ പിന്നെ ചോറിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ചോറ് പച്ചക്കറി എന്തായാലും എൻ്റെ അയാന് വേണം. അപ്പോൾ പിന്നെ അത് നിർബന്ധമാണ്. തേങ്ങ ചിരകുകയാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. തേങ്ങ ചിരകുമ്പോൾ ഇതാ ഇങ്ങനെ ചെയ്താൽ മതി, എന്നാൽ പിന്നെ കറുത്ത ഭാഗങ്ങളൊന്നും കിട്ടൂല കേട്ടോ. അങ്ങനെ ഇതാ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കാണിക്കുകയാണ്. ഇത് അരച്ചിട്ട മൈലാഞ്ചി കേട്ടോ. പണ്ടൊക്കെ അരച്ചിട്ട് മൈലാഞ്ചിയും അതേപോലെ ടൈൽസ് ഉരച്ചിട്ടുള്ള ആ പൊടി കൊണ്ട് നഖത്തിൽ ഇങ്ങനെ ഉരച്ചിട്ട് മിനുസാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ? അപ്പോൾ ഇതാ വണ്ടി സ്റ്റാർട്ടായിട്ട് അവിടെ വർക്കായിട്ടുണ്ട്. ആരുഷി അത് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ട് വേഗം ഓടിപ്പോട്ടോ. ഇത്രയും പണിയെടുത്ത് ക്ഷീണിച്ചല്ലേ, എന്താ പിന്നെ കുറച്ച് മോരുവെള്ളം ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടിപൊളി മോരുവെള്ളം ഉണ്ടാക്കിയതാട്ടോ. സംഭാരം, ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ അരച്ചിട്ടുള്ള വെള്ളമാണ്. അപ്പം കൈ മൊത്തം കേടാണ്, കുഴപ്പമില്ല കഴിച്ചോന്നും പറഞ്ഞിട്ട് ഞാൻ കൊടുത്തതാട്ടോ. അതിൻ്റെ ആ കുടിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് തട്ടിപ്പറിച്ച് വാങ്ങിക്കണം അവന്തിക. ആരുഷി പിന്നെ അടുക്കളയിൽ പോയിട്ട് കുഞ്ഞു ഗ്ലാസ്സിന് വാങ്ങിച്ച്, കുറച്ച് എരിവ് കൂടുതലായിരുന്നു കേട്ടോ. അതായിട്ട് ഇങ്ങനെ കണ്ണ് ഇറുക്കി കാണിക്കുന്നത്. പിന്നെ അവന്തിയും കുടിച്ച്. പിന്നെ അമ്മ മീനിൻ്റെ പരിപാടി നോക്കുകയാണ്. മീൻ മസാലക്കറി ഉണ്ടാക്കണം, തലയും വാലും കൂടെ മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചോറ് റെഡിയായി, വഴുതനങ്ങനെ റെഡിയായി, മീൻ പൊരിച്ചു. അങ്ങനെ ദേ ഇവിടെ ഫുൾ മീൽസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ്, ഉപ്പേരി എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിന് മക്കൾ എല്ലാവരും കൂടി ആയപ്പോൾ പിന്നെ കളിയാണല്ലോ, അപ്പോൾ അവരൊക്കെ കൂടെ കളിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത പരിപാടി തുടങ്ങിയിട്ടോട്ടെ. അത് അയാൻ്റെ മുടി വെട്ടുകയാണ്. അപ്പം മുടി മൊത്തം നാശമായി കിടക്കണം. അപ്പം അച്ഛൻ വെട്ടിയാലേ അവന് സമാധാനമാവും. പിന്നെ അത് ഓയിൽ മാറ്റുന്നുണ്ട്. അതവിടെ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ട് നേരെ മുകളിലേക്ക് കയറി സോളാർ ക്ലീൻ ചെയ്യാൻ. ഇത് പണിയോട് പണി കിട്ടോ. ശനി ഞായർ ലീവ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ദേ വൈകിട്ട് പോപ്കോൺ ഉണ്ടാക്കി. മക്കൾക്കൊക്കെ എല്ലാവരും കൂടി ആകുമ്പോൾ കഴിക്കാൻ ഇഷ്ടമല്ലേ. പിന്നെ അടുത്ത പറമ്പിലുണ്ടായിരുന്നു വൈറ്റ് ലേഡി, ഞങ്ങൾ കുഴിച്ചിട്ട് തന്നെയാണ്. അപ്പം അതും ഒക്കെ ചെത്തി റെഡിയാക്കി മാഗിയും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ലുലുവിലേക്കാണ് പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ മക്കളൊക്കെ വന്നല്ലേ, അപ്പോൾ അവരും ഒന്ന് കറങ്ങാൻ പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ലുലുവിലേക്ക് പോകട്ടോ. പിന്നെ ട്രോളിക്ക് അടിയായി. ആരുഷി പിടിക്കണം, അല്ല അവന്തിക പിടിക്കണം. പിന്നെ രണ്ടെണ്ണം എടുത്ത് അവസാനം ഒന്നവിടെ തന്നെ മാറ്റി വെച്ചിട്ട് ഒരു ട്രോളി മാത്രം എടുത്തിട്ട് ഞങ്ങൾ പോകാട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഐസ്ക്രീം സെക്ഷൻ ആയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടോ. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറത്തായിട്ട് ബുക്കിൻ്റെ ഒരു സ്ഥലമുണ്ട്. ബുക്കൊക്കെ നല്ല കുറേ സ്റ്റോറി ബുക്ക്, അപ്പോൾ അത് അയാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ ബുക്കൊക്കെ നോക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളതേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും വാങ്ങി തിരിച്ച് നേരെ ഞങ്ങളെ വീട്ടിലേക്ക്. അപ്പോൾ അതാണ് ഒരു വീക്കെൻഡ്സിലെ ഞങ്ങളെ വിശേഷം കേട്ടോ.